അങ്ങനെ എല്ലാം നിയമപരമായി നേരിടുന്ന ഒരു മഹനീയ വ്യക്തിയുടെ വാർത്താ സമ്മേളനമാണ് നമ്മൾ ഇന്ന് കണ്ടത്. എല്ലാത്തിനും നിയമപരമായി FIR എവിടെ, പരാതിയുണ്ടോ, ഏതെങ്കിലും ഒരു കഷ്ണം പേപ്പറിൽ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ. പ്രശാന്ത് കൃഷ്ണയിലേക്ക്. പ്രശാന്ത്, സ്വാതന്ത്ര്യാനന്തര രാഷ്ട്രീയ പ്രവർത്തനത്തിന് കേരളത്തിലെ 79 വർഷങ്ങളുടെ പഴക്കമായി. 79 വർഷം പിന്നിടുകയാണ്. അപ്പോൾ ഇതിന് ഇടയ്ക്ക് എത്രയോ യൂത്ത് കോൺഗ്രസിന്റെ യുവജന സംഘടനയുടെ തലപ്പത്ത് എത്രയോ ആളുകൾ ഇരുന്നിട്ടുണ്ട്. അതിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഈ രൂപീകരണത്തിന് ശേഷമൊക്കെ ഇങ്ങനെ ഒരു പ്രതിസന്ധി, ഇങ്ങനെ ഒരു നാറിയ അവസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ടോ പ്രശാന്ത്? രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് ഇതിനെല്ലാം തെളിവ് ചോദിക്കുന്നത്. പക്ഷേ വളരെ ഗുരുതരമായ നാണക്കേടുണ്ടാക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് നേരെ ഉണ്ടായത് എന്നത് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് KPCC നേതൃത്വവും ദേശീയ നേതൃത്വവും എല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി എന്ന അനിവാര്യതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ അദ്ദേഹത്തിന് ഒരു വിലച്ചിലും സംഭവിച്ചിട്ടില്ല എന്ന ശരീരഭാഷയോടെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട വിഷയം, ആ ഓഡിയോ ക്ലിപ്പ് കേട്ട് കഴിഞ്ഞാൽ കൈപ്പള്ളി പ്രതീക്ഷയെ നമുക്ക്, അതായത് ഒരു രാഷ്ട്രീയ നേതാവിന് ഇങ്ങനെയൊക്കെ കാര്യങ്ങളിൽ ഇത്തരം അപജയം സംഭവിക്കുമോ എന്ന് നമുക്ക് തോന്നിപ്പോവും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം തന്നെയാണ്. മറുവശത്ത് സംസാരിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ ശബ്ദം വേറെ രീതിയിലാക്കിയിട്ടുണ്ട്. കാരണം അത് ആളാരാണെന്ന് അറിയാതിരിക്കാൻ അത് നമുക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിയാത്തത് തന്നെ അതിൻ്റെ ആധികാരികത തന്നെയാണ് പ്രശ്നം. അപ്പോൾ രാഹുൽ പറയുന്നത്, രാഹുൽ അങ്ങനെ സമയത്ത് തനിക്കെതിരെ എവിടെ പരാതി, അങ്ങനെ പരാതിയൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ഇതുപോലൊരു വിഷയം, അതായത് ഗർഭചിത്രം പോലൊരു വിഷയം ഉണ്ടാകുന്നു, അതിന് താൻ ഉത്തരവാദിയാണ്, അല്ലെങ്കിൽ അതിന് താൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു, തെറ്റുകാരൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി പരാതിയുമായി വരില്ല എന്ന ഒരു ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം രാഹുൽ ഇത്രയും ആത്മവിശ്വാസത്തോടെ ഈ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ലല്ലോ, ഇങ്ങനെ പറയുന്നതല്ലാതെ എന്ന ഒരു ആത്മവിശ്വാസം തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഏതായാലും ആ ശബ്ദരേഖയിൽ രാഹുലിൻ്റെ ശബ്ദം വളരെ വ്യക്തമാണ്. ഇനിയിപ്പോൾ രാഹുൽ പറയുന്നത് ഇന്നത്തെ കാലത്ത് ആ രീതിയിലൊക്കെ മാറ്റാൻ സാധിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തന്നെ വ്യാജമാകുമെന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞു ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും അതിൻ്റെ ഒരു മറുവശം എന്നത് ഇത്തരമൊരു വിഷയത്തിൽ ഇരയാക്കപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ അതിൽ പെൺകുട്ടി ഒരിക്കലും പരാതിയുമായി ഒരു കേസുമായി മുന്നോട്ട് പോകില്ല എന്ന ഒരു ധൈര്യത്തിൻ്റെ ആത്മവിശ്വാസമായിരിക്കാം രാഹുൽ ഇങ്ങനെ പറയുന്നതിന് കാരണം. എന്തായാലും വളരെ ഗൗരവതരം തന്നെയാണ്. കാരണം ഈ വിഷയങ്ങളെല്ലാം തന്നെ KPCC നേതൃത്വം. പ്രശാന്ത്, ചില പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ ഈ കൊണ്ടു നടന്നതും നീയെ കൊണ്ടുപോയി കൊല്ലിച്ചതും നീ എന്ന ഇതിന്റെ ഉത്തരവാദിത്തം ഇതിന്റെ നേതൃനിരയിലുള്ള ആളുകൾക്ക് ഏറ്റെടുക്കേണ്ടി വരും. കാരണം അങ്ങ് സില്ലിയായി ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവേ, അങ്ങടക്കം ഇപ്പോൾ ഈ മുൾക്കിരീടം തലയ്ക്ക് ചുമക്കേണ്ട ആ ഒരു അവസ്ഥയിൽ, ഗത്യന്തരമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. കാരണം ഈ പെൺകുട്ടി നേരത്തെ ഈ പരാതി ഓൺ ചെയ്തിരുന്നു, അത് അങ്ങയുടെ മുന്നിലേക്കാണ് എന്ന് പറയുമ്പോൾ പ്രതിക്കൂട്ടിൽ താങ്കൾ കൂടിയാണ് എന്നത് താങ്കൾ ഓർക്കുക. മറ്റൊരു പ്രതികരണം കൂടി കേൾക്കാം റിനിയുടെ. ഞാനിപ്പോഴും പറയുന്നു, ഞാൻ വ്യക്തിപരമായി ആരെയും പേരെടുത്ത് പറയാനോ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല. ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല, തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ്. രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് മാത്രമാണ് എൻ്റെ വിഷയം, വ്യക്തിപരമായിട്ടല്ല അതിൻ്റെ വിഷയം. സത്യം പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ ദുഃഖവുമുണ്ട്. പറഞ്ഞതുപോലെ രാജിവെച്ചതിൽ എന്താണ് രാജിവെച്ചതിൽ അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അത് എന്താണെങ്കിലും അത് തീരുമാനിക്കേണ്ടത് ആ പ്രസ്ഥാനമാണ്. അതിനകത്ത് എനിക്ക് വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളുമില്ല. ആ പ്രസ്ഥാനമാണ് അത് തീരുമാനിക്കേണ്ടത്. അവർ ധാർമ്മികത മുൻനിർത്തി അവരെന്താണോ ചെയ്തത് അത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അല്ലാതെ കൂടുതൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ ഒരു ആഗ്രഹങ്ങളില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത്, ഈ പറയുന്ന വ്യക്തി ഇനിയെങ്കിലും നവീകരിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും ഒരു സുഹൃത്ത്, നല്ല സുഹൃത്തായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതൊരു വ്യക്തിപരമായ വിഷയമല്ല. ഒരു രാഷ്ട്രീയ നേതാവ് സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു വിഷയം മാത്രമാണ്. ഞാൻ പ്രശാന്ത്, രാഷ്ട്രീയത്തിൽ പക്വത വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പ്രതിപക്ഷ സ്വരം, പ്രതിപക്ഷത്തെ ഒന്ന് അവരെ ബഹുമാനിക്കുക, പ്രതിപക്ഷ നേതൃത്വത്തേക്ക് എന്നുള്ള, അല്ലെങ്കിൽ നമ്മളെ എതിർ സ്വരങ്ങളെയൊക്കെ ബഹുമാനിക്കുക, രാഷ്ട്രീയപരം എന്നുള്ളത്. നേരത്തെ പത്മജ വേണുഗോപാലിന്റെ വാർത്താ സമ്മേളനം അത് വളരെ ആപ്റ്റായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം കാലം കണക്ക് ചോദിക്കാതെ ഇവിടെ നിന്നും പോകില്ല എന്ന് പറയുന്നത് പോലെയാണ് പത്മജയുടെ പ്രതികരണം വരുന്നുണ്ട്. ഞാനിപ്പോഴും ആലോചിക്കുകയാണ്, അന്ന് രാത്രിയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ആ രാത്രിയിൽ ഉണ്ടായിട്ടുള്ള ഒരു റവന്യൂ ഉദ്യോഗസ്ഥ പരിശോധന, ആ പരിശോധനയിൽ ഒരു ഉദ്യോഗസ്ഥന്മേൽ വിളിക്കുന്ന ഒരു പ്രായത്തെ പോലും ബഹുമാനിക്കാതെ നടത്തുന്ന പദപ്രയോഗങ്ങൾ, അദ്ദേഹത്തിന്റെ മനസ്സ് എന്തുമാത്രം
നീറിക്കാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ പക്വതയില്ലായ്മ വളം വെച്ചു കൊടുത്ത ഉന്നത നേതാക്കൾ അവസാനം കൈ പൊള്ളുമ്പോൾ ഞങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞൊഴിഞ്ഞ് പോകാൻ കഴിയുമോ? അപ്പോൾ ഇതിൻ്റെ ബാധ്യത ഈ പാർട്ടി മുഴുവനായി ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, നേതൃത്വം ഏറ്റെടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടോ പ്രശാന്ത്? പ്രതീക്ഷ, ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ച ഒരു വിഷയമുണ്ട്. അതായത് ഇത് കത്ത് വിവാദം, CPM-ന്റെ കത്ത് വിവാദം മറയ്ക്കുന്നതിന് വേണ്ടി ഒരു കൗണ്ടർ അറ്റാക്ക് കൊണ്ടുവന്നതാണ് എന്നതാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടി നേതൃത്വം, KPCC നേതൃത്വം അല്ലെങ്കിൽ രാഹുലിൻ്റെ സംരക്ഷകരായി നിൽക്കുന്നവരൊക്കെ അത് ആ രീതിയിൽ വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ വിലയിരുത്തി മുന്നോട്ട് പോകേണ്ടതായിരുന്നു. ഇവിടെ വസ്തുതയുടെ ചില കഴമ്പുകളുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നിപ്പോൾ ഇന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളായി തനിക്കെതിരെ മുഖമില്ലാത്ത ആളുകളാണ് ആക്രമണം നടത്തുന്നതെന്ന് പറയുമെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ യുവനടിയുടെ രംഗപ്രവേശത്തോടെ മുഖമുള്ളവർ തന്നെയാണ് സത്യം വിളിച്ചു പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ വിളിച്ചു പറയുന്നത്. അതിന് പിന്നാലെ കേരളത്തിൽ, ഇന്ത്യക്ക് പുറത്തു നിന്നും എല്ലാം തന്നെ, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും ഫേസ്ബുക്കിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും അവർ നേരിട്ട അനുഭവങ്ങൾ തുറന്നു പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു മുഖമുള്ള ആളുകൾ തന്നെ അവരുടെ അനുഭവങ്ങൾ വിശദീകരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ നേതൃത്വത്തിന് കഴിയാത്ത സ്ഥിതി വന്നു. പ്രത്യേകിച്ചും നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. തൊട്ടാൽ കൈകൊള്ളുന്ന വിഷയമാണ്. പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് ഈ സർക്കാരിനെതിരെ ഒരു ഡസൻ ആരോപണങ്ങളുമായി പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് സ്ത്രീ സുരക്ഷ. ഏറ്റവും വലിയ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോജ്വലമായി പ്രൈമറിയായി കാണുന്ന ഒരു ക്യാപ്ഷനാണ് സ്ത്രീ സുരക്ഷ എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരാളിപ്പോൾ എന്താണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാത്രമേ രാജിവെച്ചിട്ടുള്ളൂ. അപ്പോൾ രാജിവെച്ച് MLA സ്ഥാനം രാജിവെക്കണമെന്നൊരു കീഴ്വഴക്കമേ ഇല്ല. പക്ഷേ എന്താണ് ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള വ്യക്തി, ഇപ്പോൾ ഇന്നത്തെ ഒരു ആരോപണം ഇന്നുകൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല. ഈ വെല്ലുവിളിച്ച സ്ഥിതി അനുസരിച്ചാണെങ്കിൽ ഇനിയും പല പല ചാറ്റുകളും പല പല ആളുകളും ഒക്കെ തന്നെ റിനിക്ക് പിന്നാലെ എത്തുമെന്നൊക്കെ നമുക്ക് അത് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്താണ് ഇതിന്റെ ഒരു പാപഭാരം പേറേണ്ടി വരുന്ന പാലക്കാടൻ ജനതയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ തന്നെ ഈ MLA-മാരുടെ ഇടയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചോളം പ്രതിപക്ഷ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ CPM-ന്റെ അല്ലെങ്കിൽ BJP-യുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ചോദ്യശരങ്ങളെ അതെങ്ങനെ നേരിടുമെന്നുള്ളതാണ് പ്രതീക്ഷ. അതായത് ഇതിപ്പോൾ ഒരു സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായി മാറും, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ ഇത് വ്യാഖ്യാനിക്കപ്പെടും എന്നതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് തിടുക്കത്തിൽ ഇതിൽ നടപടി സ്വീകരിക്കേണ്ടി വന്നത്. കാരണം ഒരു വശത്ത് CPM-ന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ BJP-യുടെ ഭാഗത്തുനിന്നൊക്കെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ വളരെ ശക്തമായി തന്നെ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയം പറയുകയും കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട യുവ നേതാവിനെതിരെ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ അതിൽ രാഷ്ട്രീയം പറഞ്ഞ് എന്തെങ്കിലും മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് പിടിച്ചു നിൽക്കുക സാധ്യമല്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ഇതെല്ലാം വലിയ ചർച്ചാ വിഷയമാകാൻ പോവുകയാണ്. അടുത്ത 2 മാസം കഴിയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. മാത്രമല്ല, ഏറ്റവും പ്രധാനം പാർട്ടിക്കുള്ളിൽ തന്നെ നേതാക്കൾക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ പരാതികളും അവരുടെ മുന്നിലേക്ക് പല ഘട്ടത്തിലും പരാതികൾ വന്നിട്ടുണ്ട്. ഒരു മഹിളാ കോൺഗ്രസിൻ്റെ നേതാവിന് നേരെ തന്നെ രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു വാട്സപ്പിലൂടെയും എല്ലാം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്നത് പരാതിയായി അവരുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. പ്രശാന്ത്, എന്തുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് സംശയം, ഈ വ്യക്തിക്കെതിരെ പലരും എന്താണ് ഒരു പരാതി വരുമ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം പരാതികൾ ഇങ്ങനെ വരികയാണ്, അല്ലെങ്കിൽ പലരും അടക്കം പറഞ്ഞ് പരസ്യമായ രഹസ്യം എന്നൊക്കെ നിലയിലാണ് രാഹുലുമായി ബന്ധപ്പെട്ട കേസുകളെ കൈകാര്യം ചെയ്യുമ്പോൾ പറയുന്നത്. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ചാറ്റുകളൊക്കെ നോക്കുമ്പോൾ വലിയ നമുക്ക് അത്ഭുതം തോന്നുകയാണ്. ആ ചാറ്റുകളൊക്കെ തന്നെ പല ചാറ്റുകളും പുറത്തേക്ക് വരികയാണ്. നമുക്ക് കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനിയും സ്ഥിരീകരിക്കപ്പെടാത്ത അല്ലെങ്കിൽ സ്ഥിരീകരിക്കണം വളരെ ഓതന്റിക് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന തരത്തിലേക്ക് എത്തേണ്ട ഒരുപാട് മറ്റു കാര്യങ്ങളും ഈ പൊതുസമൂഹത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊന്നുമേ ഈ നേതൃത്വമോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളോ അറിഞ്ഞിരുന്നില്ല എന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല പ്രതീക്ഷ. കാരണം പല ഘട്ടത്തിൽ ഇവരുടെ മുന്നിലേക്ക് പരാതിയായി ഇതെല്ലാം വന്നിട്ടുണ്ടാകും. അതെല്ലാം പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ പാർട്ടി തലത്തിലെല്ലാം പരാതിയായി വന്നിട്ടുണ്ടാകാം. പക്ഷേ അപ്പോഴും ഇത്തരം ചെയ്തികൾ ചെയ്യുന്നവർക്ക് സംരക്ഷണം ഒരുക്കുന്നത് അല്ലെങ്കിൽ സംരക്ഷണം ആകുന്നത് ഒരു പരാതിയായി അല്ലെങ്കിൽ മുഖമില്ലാത്ത ആരോപണങ്ങളായി പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ നിൽക്കുന്നു. ഇപ്പോൾ നേരത്തെ രാഹുൽ പറഞ്ഞതിൽ തന്നെ അത് വ്യക്തമാണ്. മുഖമില്ലാത്ത പരാതികളായിരുന്നു അല്ലെങ്കിൽ ആരോപണങ്ങളായിരുന്നു. പക്ഷെ മുഖമുള്ള പരാതി ആയി അത് പുറത്തു വരുന്നു, അല്ലെങ്കിൽ അനുഭവങ്ങളായി അത് പുറത്തു വന്നതോടെയാണ് രാഹുലിനെ ഇന്നിപ്പോൾ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ തീർച്ചയായും ഇതൊരു
പ്രേരണയാകും പലർക്കും തീർച്ചയായും അനുഭവം. അതാണ് പ്രശാന്ത് ഞാൻ നമുക്കൊരു ഇടവേള പോകേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ കാര്യങ്ങൾ നേതൃത്വം ഓൺ ചെയ്യുമോ? അതായത് രാഹുൽ ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞ ആ സിദ്ധാന്തം, അതായത് ഇനി എന്താരോപണം വന്നാലും അവിടെ ഒഫീഷ്യൽ പരാതി ഉണ്ടെങ്കിൽ മാത്രം മതി, ബാക്കി അതുവരെ ഞാൻ പരിശുദ്ധനാണ് എന്ന ഒരു കീഴ്വഴക്കം കോൺഗ്രസിന്റെ നേതാക്കൾ പ്രതിയോഗികൾക്കെതിരെ സ്വീകരിക്കുമോ, ഇത് അംഗീകരിക്കുമെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.